ഇടുക്കി പീച്ചാട് പ്ലാമല മേഖലയിൽ കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കുട്ടിക്കൊമ്പനെ നാട് കടത്തണമെന്നാണ് ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ പ്രത്യക്ഷ സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് അടിമാലി പീച്ചാടിന് സമീപം പ്ലാമലയിൽ ഏലത്തോട്ടത്തിൽ പണിയെടുക്കുകയായിരുന്ന ഇന്ദിര എന്ന തൊഴിലാളി സ്ത്രീയെ കാട്ടാന ആക്രമിച്ചത്. ആന ആക്രമിച്ചപ്പോൾ പറമ്പിന്റെ താഴ്ഭാഗത്തേക്ക് വീണതിനാലാണ് ജീവൻ രക്ഷപ്പെട്ടത്. ഇതോടെ പ്രദേശവാസികൾ ഒന്നടങ്കം പ്രതിഷേധം ഘടിപ്പിച്ചിരുന്നു. എന്നാൽ നാളുകളായിട്ടും വിഷയത്തിൽ വനംവകുപ്പ് കൃത്യമായി നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാന വീടിന് മുൻപിലും വീടിനോട് ചേർന്നുള്ള കൃഷിഭൂമിയിലും എല്ലാം എത്തുന്നത് ജനങ്ങളിൽ ഭീതി പടർത്തുകയാണ്. ഇന്ദിരയ്ക്ക് പുറമെ ഇതിനോടകം തന്നെ നിരവധി ആളുകളെയും ആന ആക്രമിക്കുന്നതിനായി ഓടിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവൻ തിരികെ കിട്ടിയതെന്ന് രക്ഷപ്പെട്ടവർ ഭീതിയോടെ പറയുന്നു. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴും ആരും കാണില്ല. രാത്രി ആകുമ്പോഴത്തേക്ക് രാത്രി ആകുമ്പോഴേ ആന ഇറങ്ങുള്ളൂ. ഇതിനെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിടന്നുറങ്ങാൻ വിശ്വസിച്ച് നടക്കാൻ പറ്റില്ല. ഇതിലൂടെ നമുക്ക് വിശ്വസിച്ച് നടക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാനൊന്ന് രാവിലെ കടക്കിറങ്ങി പോണു. എന്നെ ആന തിരിച്ച് ഏലത്തിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വന്ന ആന എന്നെ റൂട്ടിക്കടെ ഒരു 10-50 മീറ്ററോളം ഓടിച്ചു. മേഖലയിൽ 35ഓളം വീടുകളിലായി കൊച്ചുകുട്ടികളും മുതിർന്നവരുമടക്കം താമസിക്കുന്നുണ്ട്. 60-ലേറെ അന്യസംസ്ഥാന തൊഴിലാളികളും മേഖലയിൽ താമസിച്ച് പണിയെടുക്കുന്നവരാണ്. സമാധാനമായി ഇപ്പോൾ വീട്ടിൽ ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം. ആന ശല്യം രൂക്ഷമാണ്. ഒറ്റയാന വന്നിട്ട് ഇവിടെ ഒറ്റയാന വന്നിട്ട് മുറ്റത്ത് നിൽക്കുകയാണ്. നിങ്ങൾ നോക്ക്, അതിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകുക, എന്തെങ്കിലും ചെയ്യണം. ഈ കൊച്ചുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. പ്ലാമലയിലെ ജനവാസ മേഖലയിൽ നാളുകളായി കാട്ടാനകൾ കൃഷിനാശം വരുത്തുകയാണ്. ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് ഇതിനോടകം കാട്ടാന നശിപ്പിച്ചത്. കൃഷി വരുമാന മാർഗമാക്കി മുൻപോട്ട് പോയിരുന്നവർ ഇതോടെ പ്രതിസന്ധിയിലായി. പേരിനു മാത്രമായാണ് RRT സംഘത്തെ വനംവകുപ്പ് ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നതെന്നും ആനയെ തുരത്താൻ വേണ്ടുന്ന ഒരു നടപടിയും ഇവർ കൈക്കൊള്ളുന്നില്ലെന്നും പരാതിയുണ്ട്. സംഭവിക്കുന്നതിന് മുമ്പ് വേണ്ടപ്പെട്ട രീതിയിൽ അധികാരികൾ വന്ന് അതിൻ്റെ നടപടികൾ സ്വീകരിക്കണം. ഇപ്പോൾ ഒരു കുട്ടിയാന ഇതിലെ പകലെല്ലാം ചുറ്റി നടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചേച്ചിനെ ഉപദ്രവിക്കുകയും എന്നെ ഓടിച്ച് വീഴുകയും ഈ തൊട്ടടുത്തുള്ള ചേട്ടനെ ഉപദ്രവിക്കാൻ എല്ലാം വന്നു. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു പോകുന്നത്. സ്ഥലത്ത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ RRT സംഘം തുടരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.